എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ മിനട്ടോ അവൻ നറൂട്ടോ കുട്ടപ്പന് ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ പറന്ന് മുകളിലേക്ക് പോകും. നറൂട്ടോ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിനട്ടോയോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെല്ലാം മിനട്ടോ കേട്ട് നറൂട്ടോയുടെ അമ്മയോട് ഈ കാര്യങ്ങൾ പറയാം എന്ന് വാക്ക് കൊടുത്ത് അങ്ങനെ ഇൻവിസിബിൾ ആവും. നറൂട്ടോയുടെ സങ്കടവും അവന്റെ വിഷമമൊക്കെ കണ്ട് സാസുക, സാക്കുറ, കാക്കാഷി അങ്ങനെ അവരെല്ലാവരും നെഞ്ചു തകർന്ന് കുട്ടപ്പനെ നോക്കി നിൽക്കും. ഇവിടെ സേജ് ഓഫ് സിക്സ് പാത്തിന് ആളെ കൊണ്ടും ആ കാഴ്ച കണ്ടു നിൽക്കാനാവില്ല. നറൂട്ടോ കുട്ടപ്പന്റെ മനസ്സ് അത് ഇത്രയും നല്ലതാണ് എന്നിപ്പോഴാണ് ആള് പോലും തിരിച്ചറിയുന്നത്. ടോബുറാമ, തേർഡ് ഹോക്കാഗ അവരെല്ലാവരും ഇപ്പൊ പതിയെ പതിയെ അവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ തുടങ്ങും. തേർഡ് ഹോക്കാഗ പറയും, നറൂട്ടോ, സാക്കുറ, കാക്കാഷി നിങ്ങളെ 3 പേരെയും ഞാൻ ഈ വില്ലേജ് ഏൽപ്പിക്കുകയാണ്. ഈ ലോകത്തുള്ള ആരെ കഴിഞ്ഞും നിങ്ങൾക്ക് ഈ വില്ലേജിനെയും ഈ ലോകത്തെയും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അവസാനം ഹാസ്രാമ ആളും നമ്മുടെ ആൾക്കാരെ വിഷ് ചെയ്ത് മുകളിലേക്ക് ഉയരും. ഹാസറാമ നിന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഒരു വലിയ മരം അതങ്ങനെ മുളച്ച് മുകളിലേക്ക് വരും. അതിനുശേഷം ആ ടെയിൽഡ് ബീസ്റ്റുകളെ കാണിക്കും. അവർക്കാണെങ്കിലും നല്ല സന്തോഷം. അവർ പരസ്പരം പറയും, ഇന്നു മുതൽ നമ്മൾ എല്ലാവരും ഫ്രീ ആണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയി ആരുടെ അടിമയെ ജീവിക്കാതെ സ്വാതന്ത്ര്യത്തോടുകൂടെ നമുക്ക് മുൻപോട്ട് ജീവിക്കാം. ഉടനെ 9 ടൈല് അത് 8 ടൈലിനോട് ചോദിക്കും, നിന്റെ പ്ലാൻ എന്താണ്? നീ ശരിക്കും എവിടേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്? അപ്പോഴായിരിക്കും 8 ടൈല് അവൻ പറയാ, എനിക്ക് ഏറ്റവും ഇഷ്ടം കില്ലർ ബിയുടെ കൂടെ നിൽക്കുന്നതാണ്. അവനാണ് എൻ്റെ എല്ലാം. അതിരിക്കട്ടെ, നീ എവിടേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് 8 ടൈൽ ചോദിക്കും. അതിനാണെങ്കിൽ 9 ടൈലിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാൻ കഴിയാതെ അവൻ തല താഴ്ത്തി നിൽക്കും. ഉടനെ ഹൊഗാറാമ പറയും, നിങ്ങൾ 9 ടൈൽസിന്റെയും പവറിന്റെ ഓരോ അംശം വീതം നറൂട്ടോയുടെ ബോഡിയിലുണ്ട്. സോ നിങ്ങൾ എപ്പോഴൊക്കെ ഒന്നിച്ചു കൂടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നറൂട്ടോയിലൂടെ നിങ്ങൾക്കത് സാധ്യമാവും. 9 ടൈൽ കുറാമ, ഞാൻ ആഗ്രഹിക്കുന്നത് നീ എപ്പോഴും നറൂട്ടോയുടെ കൂടെ ഉണ്ടാവണമെന്നാണ്. നിനക്കിനിയും അവന്റെ കൂടെ മുൻപോട്ട് പോവാൻ താല്പര്യമുണ്ടോ? അതിന് കുറോമ പറയും, അങ്ങയുടെ ആഗ്രഹം അതാണെങ്കിൽ എൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. ഉടനെ എല്ലാവരും ഹാപ്പി ആയിട്ട് കുറാമയെ നോക്കും. നറൂട്ടോയോട് ഹൊഗാറാമ ചോദിക്കും, നീ കാഗുയെ കണ്ടപ്പോ നിനക്ക് നിന്റെ അമ്മയെ ഓർമ്മ വന്നോ? നറൂട്ടോ പറയും, എൻ്റെ അമ്മയ്ക്കും കാഗുയയ്ക്കും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മ ഈ ലോകത്തിന്റെ നന്മ അത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആരെയും വേദനിപ്പിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ത്യജിച്ചവളാണ് എൻ്റെ അമ്മ. അപ്പോഴായിരിക്കും ഹൊഗാറാമ പറയാ, എൻ്റെ അമ്മയും നിന്റെ അമ്മയെ പോലെ തന്നെയായിരുന്നു. ലോകത്തിന് നന്മ ചെയ്യണം എന്ന് മാത്രമേ അവർ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ ഡയമണ്ട് ട്രീയിലെ ഫ്രൂട്ട് അത് കഴിച്ചതിൽ പിന്നെയാണ് എൻ്റെ അമ്മയിൽ ഇത്രയും വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി അമ്മ ഇങ്ങനെയായി തീർന്നത്. ഇനി എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമാണ് ചെയ്തു തീർക്കാൻ ബാക്കി. ഈ ഒരു ഇൻഫിനിറ്റി സുക്കുനോമി അതും കൂടെ എനിക്കില്ലാതാക്കണം. നറൂട്ടോയും സാസുകയും അവർ 2 പേരും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. നറൂട്ടോയുടെ ബോഡിയിൽ ആ 10 ടൈലിന്റെ പവറുണ്ട്, സാസുകയ്ക്ക് റെനീങ്ക പവറുണ്ട്. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഞാൻ ചെയ്യുന്ന സൈൻ അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഫിനിറ്റി സുക്കുനോമി അതെന്നേക്കുമായിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും. ഉടനെ സാസുക അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ വിളിച്ചു പറയും, ഇൻഫിനിറ്റി സുക്കുനോമി അത് ബ്രേക്ക് ചെയ്യുന്നതിന് മുൻപ് 5 കാഗാസിനെ ഞാൻ കൊന്നുകളയും. അതിനുശേഷം ഈ ടെയിൽഡ് ബീസ്റ്റുകളെയും ഞാൻ ഇല്ലാതാക്കും. പിന്നീട് മാത്രമേ ഇൻഫിനിറ്റി സുക്കുനോമി അത് ഞാൻ അൺഡു ചെയ്യൂ. സാസുകയാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആ 9 ടൈൽസിനെയും കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അത് കേട്ട് ഹൊഗാറാമോ ആള് വിളിച്ചു പറയും, നറൂട്ടോ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോവാണ്. ഇനി എനിക്ക് ഇവിടെ നിൽക്കാനാവില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും നിനക്ക് വിട്ടു തരാണെന്ന് പറഞ്ഞ് ആളിപ്പോ പതിയെ ഇൻവിസിബിൾ ആകാൻ തുടങ്ങും. ഇവിടെ കാക്കാഷി ഷോക്കായിട്ട് സാസുകയോട് ചോദിക്കും, നീ ഇപ്പോഴും എല്ലാം ഇല്ലാതാക്കണം, എല്ലാം നശിപ്പിക്കണം എന്ന റിവഞ്ചോട് കൂടെ തന്നെയാണോ ജീവിക്കുന്നത്? നിന്റെ ഉള്ളില് വലിയൊരു മാറ്റം ഉണ്ടായി കാണും എന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയത്. അത് വിശ്വസിച്ചാണ് ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ നിന്നത്. അതിന് സാസുക പറയും, ഞാനൊരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സമാധാനം മാത്രം നിലനിൽക്കുന്ന ഒരു പുതിയ ലോകം. ഈ വാറുകളൊക്കെ ഉണ്ടായത് ആ 5 കാഗാസ് അവര് കാരണമാണ്. സോ ആദ്യം ഇല്ലാതാവേണ്ടത് അവര് തന്നെയാണ്. ഞാനായിരിക്കും പുതിയ ലോകത്തിലെ ഹൊക്കാഗ എന്ന് പറഞ്ഞ് അവൻ ഗൈഡൻസ് സ്ട്രിച്ച് യൂസ് ചെയ്ത് അവിടെ മുഴുവൻ തകർക്കാനായിട്ട് ആരംഭിക്കും. നറൂട്ടോ ആണെങ്കിൽ ഫുൾ പവർ എടുത്ത് സാസുകയെ തടയാൻ തയ്യാറാവും. ഉടനെ സാസുക അവനിപ്പോ കുട്ടപ്പനെ തുറച്ചു നോക്കും. അതിനുശേഷം അവൻ കുട്ടപ്പനോട് പറയും, ഈ ഒരു വാറ് എന്റെ കണ്ണ് തുറപ്പിച്ചു. എന്റെ റെനീങ്കം പവർ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് 4th നിഞ്ചാവാറാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. സോ ആരെങ്കിലും എന്റെ മുൻപിൽ വന്നാൽ ഉറപ്പായിട്ടും അവരെ ഞാൻ ഞൊടിയിടയിൽ ഇല്ലാതാക്കും. ഹാഗറാമയാണെങ്കിൽ
പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് നിരാശനായി നമ്മുടെ ആൾക്കാരെ നോക്കും. അതേസമയം സാസുക ആ 9 ടൈൽഡ് ബീസ്റ്റുകളെ ലോക്ക് ചെയ്ത് മുകളിൽ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. നറൂട്ടോയ്ക്കാണെങ്കിൽ അത് തീരെ സഹിക്കില്ല. ഒരുപാട് വർഷങ്ങൾ അവറ്റകൾ അടിമകളായിട്ട് ജീവിച്ചു. ഇപ്പോഴാണ് അവര് കുറച്ച് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അപ്പോഴേക്ക് നീയായിട്ട് അവരെ വീണ്ടും സീൽ ചെയ്തല്ലേ ചോദിച്ച് നറൂട്ടോ അവനങ്ങനെ ഫുൾ കലിപ്പിൽ നിൽക്കും. നറൂട്ടോ വീണ്ടും സാസുകയോട് പറയും, ആ ടൈൽഡ് ബീസ്റ്റുകളെല്ലാം തന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഇമോഷൻസും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സഫറിങ്സും അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്തതാണ്. അവരോരോരുത്തരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. സോ ഒരു കാരണവശാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല. അത് കേട്ട് സാസുക ചിരിക്കും. നിന്റെ ബോഡിയിലുള്ള ബീസ്റ്റുകളുടെ എല്ലാം പവറാണ് ആദ്യം ഞാൻ ഇല്ലാതാക്കാൻ പോകുന്നത്. അപ്പം നിന്റെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് അത് അവിടെ വെച്ച് ബ്രേക്ക് ആവും. ആ ടൈൽഡ് ബീസ്റ്റുകളെ മുഴുവൻ ഞാൻ എന്നിലേക്ക് സ്വായത്തമാക്കി എടുക്കും. അതിന് കുട്ടപ്പം പറയും, ടൈൽഡ് ബീസ്റ്റുകളുടെ ബോഡിയിൽ ഒരു തരി മണ്ണ് വീഴാൻ പോലും ഞാൻ നിന്നെ അനുവദിക്കില്ല. ഉടനെ സാസുക ഫുൾ കലിപ്പില് വീണ്ടും വീണ്ടും അവറ്റകളെ സീൽ ചെയ്ത് കൂടുതൽ സ്ട്രോങ് ആയി അങ്ങനെ പിടിക്കും. സാസുക പറയും, ആദ്യം ഞാൻ നിന്റെ കാര്യത്തില് ഒരു തീരുമാനമാക്കും. അതിനുശേഷം ഇവറ്റകളെ മുഴുവൻ എന്നിലേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞ് അവനിപ്പോ നറൂട്ടോയെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. സാക്കുറയ്ക്കാണെങ്കില് സാസുകയുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് കണ്ട് ഒരുപാട് അത്ഭുതമാവും. നിന്റെ ഉള്ളില് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായെന്നാണ് ഞാൻ കരുതിയത്. ആ ചേഞ്ച് കൊണ്ടാണ് നീ തിരികെ ലീഫ് വില്ലേജിലേക്ക് എത്തിയതെന്നുമാണ് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിച്ചിരുന്നത്. പക്ഷെ നിന്റെ ഉള്ളില് ഇത്തരത്തിലൊരു ദുരാഗ്രഹം ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. നീ എത്രയൊക്കെ ബാഡ് ആണെങ്കിലും ആക്ച്വലി എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു സാസുക. ആക്ച്വലി എനിക്ക് നിന്നെ തടയാനോ പിടിച്ചു വെക്കാനോ എന്തെങ്കിലും ചെയ്യാനോ കഴിയില്ല. നിന്റെ പുറകിൽ വന്ന് കെഞ്ചാനും കരയാനും മാത്രമേ എനിക്ക് കഴിയൂന്ന് പറഞ്ഞ് അവളിപ്പോൾ പൊട്ടിക്കരയും. അതിനുശേഷം വീണ്ടും ഫ്ലാഷ് ബാക്കിൽ അവസാനമായി അവൾ സാസുകയെ കണ്ടുമുട്ടിയ ആ ഒരു രംഗം അത് മനസ്സിൽ ആലോചിക്കും. അവൻ ലീഫ് വില്ലേജ് വിടുന്ന സമയം അവൾ അവന്റെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് നീ പോവരുത്, അങ്ങനെ പോവുകയാണെങ്കിൽ നീ എന്നെയും കൂട്ടിക്കൊണ്ടു പോകണം. പക്ഷെ സാസുക അവളുടെ കൈ തട്ടി മാറ്റി അവിടുന്ന് ദൂരത്തേക്ക് നടന്നകലും. അവൾ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചിന്തിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും സാസുക അവൻ ഫുൾ ഫോഴ്സില് ഇപ്പൊ സാക്കുറയ്ക്ക് നേരെ തിരിയും. അതിനുശേഷം അവന്റെ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ അവളെ അടിച്ച് താഴെയിടും. ആ ഒരു അടിയിൽ സാക്കുറ അവള് കറങ്ങി അടിച്ച് താഴെ വീഴും. അത് കണ്ട് നറൂട്ടോ ദേഷ്യപ്പെട്ടു പറയും, സാസുക നീ ഈ സമയത്ത് പോലും അവളെ വെറുതെ വിട്ടില്ല അല്ലേ? അതിനവൻ പറയും, നമ്മൾ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സാക്കുറ അതിന്റെ ഇടയിലേക്ക് വരും. അത് തടയാനാണ് ഇപ്പോഴേ ഞാൻ അവളെ സൈഡാക്കിയത്. അതിന് നറൂട്ടോ, സാക്കുറ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഈ ലോകത്തുള്ള എല്ലാറ്റിനെ കഴിഞ്ഞും അവൾക്ക് പ്രധാനപ്പെട്ടത് നീയായിരുന്നു. അങ്ങനെയുള്ള അവൾക്ക് കുറച്ചെങ്കിലും മര്യാദ നിനക്ക് കൊടുത്തൂടെ? അത് കേട്ട് സാസുക അവൻ വീണ്ടും അവന്റെ അമ്മയെ ആലോചിക്കും. അതിനുശേഷം അവന്റെ പപ്പയും ചേട്ടൻ ഹിറ്റാച്ചിയും അങ്ങനെ എല്ലാവരുമായി അവൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും ഹാപ്പി ആയിട്ട് സംസാരിച്ചതും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവൻ ആലോചിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹൊഗാറാമോ ആള് കാക്കാഷിയോട് പറയും, ഞാൻ എൻ്റെ ഇളയ മകൻ ഹാസറ അവനെയാണ് കൂടുതൽ മനസ്സിലാക്കിയത്. ഞാൻ ഹാസറയോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇന്ദ്രയ്ക്ക് അത് സഹിക്കാൻ കഴിയാഞ്ഞത്. അവൻ പതിയെ പതിയെ വെറുപ്പിലേക്ക് വീണ് പിന്നീട് വലിയ ദുരന്തങ്ങൾക്കും വഴിവെച്ചു. പിന്നീട് മാതുരയും അതേ വഴി തന്നെയാണ് തുടർന്നു പോയത്. അത് കേട്ട് കാക്കാഷി മാസ്റ്റർ ആള് ഷോക്കായിട്ട് ചോദിക്കും, മാതുരയ്ക്ക് ശേഷം നമ്മുടെ സാസുക അവനും അതേ വഴി തന്നെ മുൻപോട്ട് പോകുമോ? അയ്യോ അല്ല അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ അതുണ്ടാകാതിരിക്കാനാണ് സാസുകയ്ക്കും നറൂട്ടോയും ഞാൻ എൻ്റെ പവർ ഈക്വലായിട്ട് കൊടുത്തത്. പക്ഷെ നറൂട്ടോയില് ഞാൻ ചില പ്രത്യേകതകൾ കണ്ടു. അവ മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനും കുറാമയെ പ്രൊട്ടക്ട് ചെയ്യാനും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് അവൻ ജീവിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. അതുകൊണ്ടാണ് ഞാൻ അവനിൽ കൂടുതൽ ഇംപ്രസ്ഡ് ആയതെന്ന് സേജ് ഓഫ് സിക്സ് പാത്ത് പറയും. കട്ട് ചെയ്ത ഇവിടെ സാസുകയും നറൂട്ടോയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവർ രണ്ടുപേരും വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.